അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. 2-3 ദിവസം കൊണ്ട് കേരളം കണ്ടത് സമാനതകളില്ലാത്ത ഒരു കാരുണ്യ പ്രവർത്തനമായിരുന്നു. ഒരു മനുഷ്യന് വേണ്ടി കേരളം ഉണർന്ന് പ്രവർത്തിച്ചപ്പോൾ ജാതി നോക്കാതെ, നിറം നോക്കാതെ, വർഗം നോക്കാതെ തോളോട് തോൾ ചേർന്ന് ഈ മതേതരത്വ രാജ്യത്തിൻ്റെ മതമൂല്യമുള്ള എല്ലാവരെയും ചേർത്ത് പിടിക്കണമെന്ന കാഴ്ചപ്പാടുള്ള ഈ മനോഹരമായ കൊച്ചു കേരളത്തിൽ നിന്ന് ഇവിടുത്തെ ഹൈന്ദവരും ഇവിടുത്തെ ക്രൈസ്തവരും ഇവിടുത്തെ മുസ്ലിമും ഒരുമിച്ച് ചേർന്നപ്പോൾ 34 കോടി എന്നതൊക്കെ വെറുമൊരു സംഖ്യ മാത്രമായി ഒതുക്കിയിട്ട് നമ്മൾ ആ സഹോദരന് വേണ്ടി അൽഹംദുലില്ലാഹ് വളരെയേറെ സന്തോഷമുണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി പ്രവർത്തിച്ചപ്പോൾ ഒരു വലിയ മനോഹരമായ രീതിയിൽ അദ്ദേഹത്തിന് നമുക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നൽകിയവർക്കൊക്കെ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ കൂട്ടത്തിൽ ചില കാര്യങ്ങൾ ചേർത്ത് പറയാതിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക. അബ്ദുറഹീം എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ, അദ്ദേഹം നിരപരാധിയാണെന്ന് എല്ലാവർക്കും അറിയാം. എന്തിനേറെ എല്ലാവരും അത് പറഞ്ഞ കാര്യമാണ്, എല്ലാവരും അത് സാക്ഷ്യമായി, അവർ നാട്ടിലുള്ളവർ മുഴുവനും സൗദിയിലുള്ളവരൊക്കെ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, അദ്ദേഹം നിരപരാധിയാണ്, അദ്ദേഹത്തിന് പറ്റിപ്പോയൊരു കയ്യബദ്ധമാണെന്ന്. പക്ഷേ അതിൻ്റെ പേരിൽ ആലോചിച്ച് നോക്കിയൊക്കെ അദ്ദേഹത്തിന് ക്രൂശിക്കപ്പെടുന്ന, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ക്രൂശിക്കപ്പെടുന്ന, അദ്ദേഹത്തിൻ്റെ മറ്റുള്ള എല്ലാ ആളുകളെയും ക്രൂശിക്കപ്പെടുന്ന രീതിയിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ മതമാണ് ചിലർക്ക് പ്രശ്നം, അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയാണ് ചിലർക്ക് പ്രശ്നം. ആ പ്രശ്നം വെച്ചിട്ടാണ് പലരും അദ്ദേഹത്തെ ക്രൂശിക്കപ്പെടുന്നത്. സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു പാവപ്പെട്ടവന് 18 വർഷക്കാലം ജയിലിൽ കിടന്നിട്ട് അദ്ദേഹം നിരപരാധിയാണ്, എന്നിട്ട് എല്ലാവരും അദ്ദേഹം നിരപരാധിയാണെന്ന് പറയുകയും ചെയ്തു. പിന്നെ അവിടുത്തെ കോഡ്, നമുക്കറിയാം സൗദിയുടെ നിയമം എന്ന് പറയുന്നത്, അവിടുത്തെ നിയമം ആ ഒരു രീതിയിലാണ്. ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ തെറ്റിൻ്റെ വിധിക്ക്, ആ തെറ്റ് ഏതാണോ ആ തെറ്റിൻ്റെ വിധിക്ക് നടപ്പാക്കിയേ തീരുകയുള്ളൂ. അങ്ങനെയാണ് എൻ്റെ സഹോദരങ്ങളെ അദ്ദേഹത്തിന് വധശിക്ഷ കിട്ടേണ്ടി വന്നതും അദ്ദേഹത്തിന് വധശിക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ സൗദിയുടെ നിയമം നമുക്കറിയാം. ഇവിടുത്തെ കുടുംബക്കാർ ഒരു പക്ഷേ ക്ഷമിക്കുകയോ ആ കുടുംബക്കാർക്ക് മോചനദ്രവ്യം കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് സൗദിയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് 18 വർഷം കഴിഞ്ഞിട്ട് ആ കുടുംബം പറഞ്ഞത്, ഞങ്ങൾക്ക് ഇത്ര മോചനദ്രവ്യം വേണം എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ സഹോദരങ്ങളെ ആ പാവപ്പെട്ട നിരപരാധിയായ വ്യക്തിക്ക് വേണ്ടി കേരളം മുഴുവനും ഒരുമിച്ച് ചേർന്ന് നിന്നത്. അതിൽ ചേർത്ത് നമുക്ക് വായിക്കാൻ കഴിയേണ്ടത് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട സഹോദരനെയാണ്. നമ്മളൊക്കെ ബോച്ച എന്ന് എല്ലാവരും ഓമനെ പേരിട്ട് വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥമായ പ്രവർത്തനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം വെയിലത്തൊക്കെ ഒരു യാചകനെ പോലെ അദ്ദേഹം ഇറങ്ങി നിന്നുകൊണ്ട്, ആദ്യ സമയത്ത് ഇതൊന്നും വലിയ വാർത്തയൊന്നും അല്ലായിരുന്നു, പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ സംയോജനമായ ഇടപെടൽ മൂലം ഇതൊരു വലിയ വാർത്തയാവുകയും പിന്നെയാണ് ന്യൂസും മാധ്യമങ്ങളൊക്കെ ഏറ്റെടുത്ത് ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഏതായാലും ഒരുമയുണ്ട് എങ്കിൽ എല്ലാം നടക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ ഇടയിലും വർഗീയത പറയുന്ന, ഇതിൻ്റെ ഇടയിലും ഛന്ന ഭിന്നമാക്കുന്ന രീതിയിലേക്ക് കേരളത്തെ കൊണ്ടുപോകുന്ന ചിന്തകളുള്ള ഒരുപാട് സങ്കര ഇനം വാഴകളുണ്ടല്ലോ, അവരെ നമ്മൾ കരുതിയിരിക്കണം. ഇത്ര പോലും മനുഷ്യത്വമില്ലാത്ത കാഠിന്യ ഹൃദയമുള്ള ഈ മനുഷ്യജന്മങ്ങളെന്ന് വേണമെങ്കിൽ ഇവരെയൊന്നും പറയാൻ കഴിയില്ല. സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ നല്ല കേരളത്തിനെ, ഈ ഒരുമയുള്ള കേരളത്തിനെ ഇങ്ങനെയുള്ളവരാണ് നശിപ്പിക്കാൻ നിൽക്കുന്നത് എന്ന് നാം മനസ്സിലാക്കിയിട്ട് ഓരോ കാര്യങ്ങളും നാം ചെയ്യുക. ഇവിടെ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം പേരായ അബ്ദുറഹീമിനെ മാത്രമല്ല ഇങ്ങനെ സഹായിച്ചതിന് മുമ്പ് എത്രയെത്ര സഹായങ്ങൾ ആവശ്യമെന്നപ്പോൾ എത്ര ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ളവർ, ഇവിടെ മതം നോക്കിയിട്ട് നമ്മൾ ആരും ഒരാളെയും സഹായിക്കാറില്ല. ഇവിടെ ആരാണ് മതം നോക്കിയിട്ട് സഹായിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവർ, ആ മതം നോക്കിയിട്ട് സഹായിക്കുന്നവരാണ് വർഗീയവാദികൾ. ഒരിക്കലും ഒരു മുസ്ലിമോ ഇവിടെയുള്ള മറ്റുള്ള നല്ല മതത്തിലുള്ള നല്ല മനുഷ്യരോ ഒരിക്കലും ഒരു മതം നോക്കിയിട്ടല്ല സഹായിക്കുന്നവർ. ഒരു മനുഷ്യനെ നോക്കിയിട്ടാണ് സഹായിച്ചത്. അബ്ദുറഹീം എന്ന പ്രിയപ്പെട്ട സഹോദരൻ്റെ മാതാവിൻ്റെ കണ്ണുനീര്, ആ മാതാവിൻ്റെ വേദനിക്കുന്ന കണ്ണുനീര് കണ്ടിട്ടാണ് ഇവിടെയുള്ള മനുഷ്യത്വമുള്ള നല്ല മനുഷ്യരുടെ കയ്യിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ ഓരോ തുകയും ഏൽപ്പിച്ചത്. അതിൻ്റെ താഴെ അടിയിൽ വന്നിട്ട് മോശമായ കമൻ്റ് ഇടുന്ന ഈ ജന്തുജീവികളോടൊന്നും ഒരുപാടൊന്നും നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്കിഷ്ടം ചോര കുടിക്കുന്ന രീതിയാണ്. ആലോചിച്ച് നോക്കിക്കേ. അതുകൊണ്ട് അവരോടൊന്നും നമുക്കൊന്നും പറയാനില്ല. ഇതിൻ്റെ ഇടയിലും കുറ്റവും കുറവും കണ്ടുപിടിക്കുന്നവർ, ഏതൊരു കാര്യത്തിലും ഉണ്ടല്ലോ കുറ്റവും കുറവും കണ്ടുപിടിക്കുന്ന ആളുകൾ, അതുപോലെ കരുതിയാൽ മതി ഇതിനെയും. ഒന്ന് ആലോചിച്ച് നോക്കുക. വല്ലാതെ വിഷമം തോന്നുന്നുണ്ട്. കാരണം നല്ല ഒരു കേരളത്തിന് ഈ ഒരു രീതിയിലേക്ക് ഇപ്പോൾ എത്തിപ്പോയതിനെ ഓർക്കുമ്പോൾ
എല്ലാം ഈ ഒരു രീതിയിലേക്കായിപ്പോയി എന്ന് ഓർക്കുമ്പോൾ ഇനി അങ്ങോട്ട് എത്രമേൽ അപകടമായിരിക്കാം നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ. അല്ലാഹു തആല എല്ലാവിധ അപകടങ്ങളെ തൊട്ടും നമ്മുടെ ഈ സ്നേഹസംഗമങ്ങളെ, ഈ സ്നേഹമായ ഈ ഒരുമിക്കലിനെ അള്ളാഹു, ഈ ഒരുമയോടുകൂടി ഈ പോക്കിനെ അല്ലാഹു തആല എന്നും നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമുക്ക് വേണ്ടതും ഒരുമയാണ്. ഒരുമിച്ച് മുന്നേറുമ്പോഴാണ്. നമ്മുടെ പഴയ കാലം അങ്ങനെയല്ലയോ? എല്ലാവരെയും ഒരുമയോടെ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് എല്ലാം നേടിയെടുക്കാൻ കഴിയുന്നത്. ഏതായാലും വളരെ സന്തോഷം. ഒരു 2-3 ദിവസം കൊണ്ട് മാത്രമാണ് അബ്ദുറഹീമിൻ്റെ ഫണ്ട് 34 കോടി, ഇതൊക്കെ വെറും ഒരു തുകയാക്കി മാറ്റിയിട്ട് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന് ഇത്രയും പെട്ടെന്ന് തന്നെ മോചനം കൊടുത്ത് പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചു വന്ന പ്രിയപ്പെട്ട മാതാവിനെയും നമ്മളെയൊക്കെ എല്ലാവരെയും കാണാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് സഹായിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഒരുപാട് 1000 നന്ദി. ഇത്ര പറഞ്ഞാലും മതി വരില്ല. ഇങ്ങനെ പോകണം, ഇങ്ങനെ ഒരുമയോടെ കൈകോർത്ത് പോകണം സഹോദരങ്ങളെ. ആര് നമ്മളെ ഛന്നഭിന്നമാക്കാൻ നോക്കിയാലും ഇല്ല, തകരില്ല, തളരില്ല. നമ്മളൊക്കെ ഒന്നാണ്. ഒരുമയോടെ പോകാൻ നമുക്ക് കഴിയട്ടെ. ഈ സൗഹൃദവും ഈ സ്നേഹവും എന്നും നിലനിൽക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.